ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മുടെ പ്രകാശനും അതുപോലെ തന്നെ നമ്മുടെ വിക്രവും അമ്മമ്മയൊക്കെ സമാധാനത്തോടു കൂടി തന്നെ കിടന്നുറങ്ങുക കേട്ടോ. എല്ലാവരും ഓരോരോ റൂമിൽ AC റൂമിൽ കിടന്നുറങ്ങുവാണ്. ആ സമയോട് 12 മണിയാകുമ്പോഴേക്കും നമ്മുടെ കാർത്തികനെ ലക്ഷ്മി വിളിക്കുകയാണ്. മോളെ എല്ലാം റെഡിയല്ലേ? എല്ലാം റെഡിയാണമ്മേ. എല്ലാവരും റൂമിൽ കയറി കഥ കടിച്ച് കിടന്നുറങ്ങി. അമ്മ പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല എന്ന് പറയാണ്. അത് കേൾക്കണത് ലക്ഷ്മി വരുവാട്ടോ. കാർത്തിക അകത്തേക്ക് വിളിക്കുന്നുണ്ട്. ശേഷം നമ്മുടെ ലക്ഷ്മി പ്രേതത്തിന്റെ വേഷമൊക്കെ ഇട്ടാണ് വരുന്നത്. മോളെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഓരോ കുഴപ്പമില്ല അമ്മ, ധൈര്യമായിട്ട് ചെന്നോ. ഞാൻ ഓൾറെഡി അവരുടെ ജനലിന്റെ കതകിന്റെ അതൊക്കെ തുറന്നിട്ടിരിക്കുകയാണ്. അമ്മക്ക് ഈസി ആയിട്ട് ജനൽ തുറക്കാം എന്ന് പറയാണ്. ശരി മോളെ, എന്നാൽ മോൾ അകത്ത് കയറിക്കോ. അല്ല അമ്മ അപ്പം ഇങ്ങനെ പോകും, ഡ്രൈവർ ഉണ്ട് മോളെ, കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ്. സൂക്ഷിച്ചിട്ടോ അമ്മേ. ഒരു കുഴപ്പമില്ല മോളെ, മോൾ എന്നെ കുറിച്ച് ഓർത്ത് പേടിക്കണ്ട, മോൾ അകത്തേക്ക് കയറിക്കോ എന്ന് പറയാണ്. ശേഷം ലക്ഷ്മി നേരെ പോണത് പ്രകാശിന്റെ റൂമിലേക്കാണ്. പ്രകാശ് നല്ല ഉറക്കമാണ്. ജനല് തുറന്ന് നോക്കുമ്പോഴേക്കും പ്രകാശ് നല്ല ഉറക്കം. അവൻ കിടന്നുറങ്ങുവാണ്, സമാധാനത്തോടെ കിടന്നുറങ്ങുവാണ്. ഞാൻ മരിച്ച് മണ്ണടിഞ്ഞല്ലോ, ഇനി അവനെ പുതിയ കല്യാണം കഴിക്കാലോ. സ്വപ്നങ്ങളൊക്കെ കണ്ട് കിടന്നുറങ്ങാണ് അലവലാതി. ഇവനെ തന്നെ ആദ്യം പേടിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് ജനലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കഥ ഇങ്ങനെ ജനലിന്റെ പാലിങ്ങനെ അടഞ്ഞും തുറന്നും ഇങ്ങനെ ഇതാക്കുവാട്ടോ. ഈ കാറ്റ് കാരണം ഈ ജനൽ അടഞ്ഞും തുറന്നിരിക്കുകയാണല്ലോ. ഈ ജനൽ ഞാൻ അടച്ചില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശൻ ജനലിൻ്റെ അടുത്തേക്ക് പോകുകയാണ്. ജനൽ അടയ്ക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും ജനൽ അടയ്ക്കാൻ പറ്റുന്നില്ലേ? ഇതെന്താ ജനൽ അടയ്ക്കാൻ പറ്റാത്തത് എന്ന് പ്രകാശൻ നോക്കുമ്പോൾ അവിടെ ലക്ഷ്മി ഒരു കൈകൾ വരുവാണ്. ഇതാരാ എന്ന് നമ്മുടെ പ്രകാശൻ നോക്കുമ്പോഴേക്കും അത് വേറെ ആരുമല്ല, ഇത് ഞാനാടാ ലക്ഷ്മി എന്ന് പറയാണ്. എന്നിട്ട് പ്രകാശൻ നോക്കി പൊട്ടിച്ചിരിക്കട്ടെ, മൂക്കിൽ പനിയൊക്കെ ഉണ്ട്. അങ്ങനെ പ്രകാശൻ ആകെ അന്താളിച്ച് നിൽക്കുന്ന സമയത്ത് ലക്ഷ്മി ജനലിൻ്റെ ഉള്ളിൽ കൂടി കൈ ഇങ്ങനെ ഇടുവാട്ടോ. ഇട്ടതിന് ശേഷം പ്രകാശന്റെ കഴുത്തിന് തന്നെ കയറി പിടിക്കുകയാണ്. പ്രകാശൻ അയ്യോ അമ്മേ എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുന്നുണ്ട്. വിട് വിട് എന്നൊക്കെ പറയുമ്പോഴേക്കും ലക്ഷ്മി രണ്ട് കൈകളും ചേർത്ത് പ്രകാശിന്റെ കഴുത്തിന് ഇങ്ങനെ ശരിക്കും മുറുക്കി ഇങ്ങനെ പിടിക്കണം. പ്രകാശൻ ശരിക്കും പറഞ്ഞാൽ ശ്വാസം എടുക്കാൻ പറ്റാണ്ട് ഇങ്ങനെ കിടന്ന് നിരങ്ങുവാട്ടോ. അതിനുശേഷം പ്രകാശൻ എങ്ങനെയൊക്കെയോ കൈ തട്ടി മാറ്റിയിട്ട് കട്ടിലേക്ക് വീഴുന്നുണ്ട്. അയ്യോ പ്രേതം പ്രേതം എന്നിങ്ങനെ വിളിച്ചു പോവാട്ടോ. ലക്ഷ്മി അവിടെ നിന്ന് നേരെ പോണത് നമ്മുടെ അമ്മൂമ്മയുടെ റൂമിലേക്കാണ്. അവിടെ അമ്മൂമ്മ സുഖമായിട്ട് കിടന്നുറങ്ങുവാണ്. രണ്ടെണ്ണമൊക്കെ അടിച്ചതിന് ശേഷം കിടന്നുറങ്ങുവാട്ടോ. അവിടുത്തെ ജനലും പതുക്കെ ഇങ്ങനെ തുറന്നു അടച്ചിരിക്കേണ്ട. ഈ ജനൽ ഞാൻ അടച്ചില്ലേ, കാറ്റ് കൊണ്ടിട്ടായിരിക്കും, എന്തായാലും അടയ്ക്കാം, മനുഷ്യന് സമാധാനം തരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അമ്മൂമ്മ ജനലിൻ്റെ അടുത്തെത്തുമ്പോഴേക്കും ലക്ഷ്മി അവിടെ പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് എന്തടികളായി നോക്കിക്കൊണ്ടിരിക്കണത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അയ്യോ പ്രേതം എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ ബോധം കെട്ട് വീഴുക കേട്ടോ. അതിനുശേഷം ലക്ഷ്മി അവിടെ നിന്ന് പോവാണ്. കാരണം വിക്രത്തിൻ്റെ അടുത്തേക്ക് പോകണ്ട, ചിലപ്പോൾ അവന് കാര്യം മനസ്സിലായാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ലക്ഷ്മി വിക്രത്തിനടുത്തേക്ക് പോകുന്നില്ല. നേരെ പോണത് പുറത്തേക്കാണ്. അയ്യോ മോനെ പ്രേതം പ്രേതം എന്ന് പറഞ്ഞിട്ട് അമ്മ പതുക്കെ അവിടെ എഴുന്നേക്കുന്നുണ്ട്. എൻ്റെ പ്രകാശിൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. അയ്യോ പ്രകാശിൻ്റെ ബോധം കെട്ട് കിടക്കണം. അയ്യോ മോനെ എന്ത് പറ്റിയടാ എന്ന് പറഞ്ഞിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് മോളെ കാർത്തികേ വിക്രം ഓടി വാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ശേഷം കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മുടെ പ്രകാശിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ തളിക്കുക കേട്ടോ. പ്രകാശിന് അപ്പം തന്നെ ഇങ്ങനെ എഴുന്നേക്കുന്നുണ്ട്. എന്താടാ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മേ ഞാൻ കണ്ടു പ്രേതത്തെ. പ്രേതത്തെയോ? അച്ഛൻ എന്തൊക്കെയാ പറഞ്ഞതെന്ന് കാർത്തിക ചോദിക്കുമ്പോൾ അയ്യോ മോളെ പറഞ്ഞ ചിലർ വിശ്വസിക്കില്ല. ആ ലക്ഷ്മി ഞാൻ കണ്ടു, വെള്ള സാരിയെ കൊടുത്ത് മൂക്കിൽ പനിയൊക്കെ വെച്ചിട്ട്. ഈ അച്ഛൻ്റെ കാര്യം അച്ഛൻ ഇത്ര പേടിത്തൊണ്ടനാണെന്ന് എൻ്റെ അമ്മ അറിയേണ്ട കേട്ടോ. ചിലപ്പോൾ കല്യാണം വേണ്ടെന്ന് വെക്കും. അയ്യോ മോളെ എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ നല്ല ധൈര്യശാലിയാണ്. പക്ഷെ ജനലിൻ്റെ ഉള്ളിൽ കൂടി കൈയിട്ട് എന്നെ കൊല്ലാൻ വേണ്ടി നോക്ക്, എൻ്റെ കഴുത്തിൽ പാട് കണ്ടില്ലേ, അവൾ എൻ്റെ കഴുത്തിനെ കയറി പിടിച്ചിട്ടാണെന്ന് പറയുമ്പോൾ അച്ഛനൊന്നുമില്ല, അച്ഛൻ വെറുതെ പേടിച്ചായിരിക്കുക എന്ന് പറയുമ്പോഴേക്കും അമ്മമ്മ പറയുന്നുണ്ട് മോളെ അങ്ങനെ പറയല്ലേ, അവൻ പേടിച്ചിരിക്കണമെന്നല്ല, അത് ഞാനും കണ്ടു മോളെ എന്ന് പറയുമ്പോൾ അമ്മുമ്മേ നിങ്ങളെ രാമനാമമൊക്കെ ചൊല്ലി കിടക്കാൻ നോക്ക്, അല്ലാതെ ഇങ്ങനെ പല സ്വപ്നങ്ങളും കാണും, മനുഷ്യൻ്റെ ഉറക്കം കളയാനായിട്ട് കിടന്നുറങ്ങ്. ഇതൊന്നും എൻ്റെ അമ്മ അറിയേണ്ട കേട്ടോ. അമ്മ അറിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര പേടിത്തൊണ്ടന്മാരാണെന്ന് വിചാരിക്കും. എൻ്റെ അമ്മ എത്ര പ്രേതം മുമ്പിൽ വന്നാലും ധൈര്യമായിട്ട് നിൽക്കും, അത്ര ധൈര്യശാലി എൻ്റെ അമ്മ. അയ്യോ മോളെ ഞാനും അങ്ങനെ തന്നെയാണ്. പെട്ടെന്ന് കഴുത്തിനിങ്ങനെ കയറി പിടിച്ചപ്പോൾ മതി കിടന്നുറങ്ങ് എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് കാർത്തിക കടന്ന് ചിരിച്ചുകൊണ്ട് പോകുക കേട്ടോ. ശേഷം പ്രകാശം പണ്ട് അമ്മേ ഞാൻ ശരിക്കും കണ്ടമ്മേ, അവളെ ഞങ്ങൾക്ക് ശരിക്കും കണ്ടു പ്രേതത്തെ. എടാ മോനെ ഞാനും കണ്ടടാ, ശരിക്കും കണ്ടു, മൂക്കിൽ പനിയൊക്കെ വെച്ച്. അതെ ഞാനും അങ്ങനെ തന്നെയാണ് കണ്ടത്. എടാ അവളുടെ പ്രേതം ഇവിടെയൊക്കെ അല്ലതിരുന്ന് നടക്കണ്ട്, നമുക്കൊരു രീതിയിൽ സമാധാനം തരില്ലല്ലോടാ അവള്, എന്ത് ചെയ്യാനാമ്മേ, ഒരു തലവേദന എന്ന് പറയാണ്. എടാ പ്രകാശം നമുക്കൊന്ന് ഒരുമിച്ച് കിടക്കാണ് ഈ റൂമിൽ. ശരിയമ്മേ, അമ്മ ഇവിടെ കിടന്നു, ഞാനിപ്പുറത്ത് തിരിഞ്ഞ് കിടന്നോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രകാശനും അമ്മയും ഒരുമിച്ച് കിടക്കാട്ടോ പേടി കാരണം. അതിനുശേഷം പിന്നീട് കാണിക്കണത് ആ ഒരു ആഘോഷങ്ങളിലാണ് കാണിക്കണത്. ആഘോഷങ്ങള്
ആഘോഷങ്ങൾ അങ്ങനെ പൊടി പൊടിക്കുക കേട്ടോ. നമ്മുടെ കല്യമോൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി അവിടെ നമ്മുടെ മറ്റേ രൂപയും അതുപോലെ തന്നെ സേനനും താരയും എല്ലാവരും വന്നിട്ടുണ്ട്. പാർക്കുട്ടിയും ബൈജും ഒക്കെ ഉണ്ട്. പടക്കം പൊട്ടിക്കലും ആഘോഷങ്ങളൊക്കെ ആയിട്ട് രാവിലെ തന്നെ അവിടെ ആഘോഷങ്ങൾ തുടങ്ങിയിട്ടൊക്കെ ഇരണ്ടും കല്യാണിയും കല്യമോനും കൊണ്ട് അമ്പലത്തിലൊക്കെ പോയിട്ട് അവിടെ അന്നദാനവും നടത്തി കല്യമോൻ്റെ പേരിൽ വഴിപാടും കാര്യങ്ങളൊക്കെ നടത്തി വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ ആഘോഷങ്ങൾ തുടങ്ങുകയാണ്. അപ്പം ബൈജു പണ്ട് അവിടെ പടക്കം പൊട്ടലും കാര്യങ്ങളില്ലല്ലോ, ഇവിടെ പടക്കം പൊട്ടിച്ച് അവിടെയും പടക്കം പൊട്ടി, അപ്പം നമുക്ക് പടക്കം പൊട്ടിക്കൽ കൂട്ടണം ബൈജു ഏട്ടാ എന്ന് പാറു പറയണം. അത് മോള് പറഞ്ഞ ശരിയാ എന്ന് പറയുമ്പോൾ താര അവിടേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് കിരൺ പറഞ്ഞിട്ട് താരാൻറ്റിക്ക് എന്താണ് സരയുവിൻ്റെ കുഞ്ഞിനെ കാണാനായിട്ട് ആഗ്രഹം ഉണ്ടെന്ന് അറിയാം, സ്വന്തം പേരക്കുഞ്ഞിനെ കാണാനായിട്ട്. പക്ഷേ താരാൻറ്റി ഇന്നത്തെ ദിവസം കുഞ്ഞിനെ കാണാൻ പറ്റുമെന്ന് തോന്നണില്ല. അറിയാലോ അവിടെ സരയു കുഞ്ഞിൻ്റെ കൂടെ തന്നെയുണ്ട്. അത് മാത്രമല്ല അവിടെ എല്ലാവർക്കും സത്യം അറിയാമെന്നുണ്ടെങ്കിലും സരയുവിന് അറിയില്ലല്ലോ. അതുകൊണ്ട് താരാൻറ്റിക്ക് എന്തായാലും കുഞ്ഞിനെ കാണാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ അവസരം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും താരാൻ്റെ കുഞ്ഞിനെ കൊണ്ടുവന്ന് കാണിക്കുക. താരാൻറ്റി എന്തായാലും ഇവിടെ നിന്നോ എന്ന് പറയാണ്. അങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് രൂപ പറയുന്നുണ്ട്. അതെ, ഇവിടുത്തെ കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് എനിക്ക് അപ്പുറത്ത് പോയിട്ടൊന്ന് മുഖം കാണിക്കേണ്ടതാ കേട്ടോ. അതിനെന്താ അമ്മേ, ഇവിടെ കേക്ക് കട്ടിങ് കഴിയുമ്പോൾ അമ്മ അവിടെ പോയിക്കും, അല്ലെങ്കിൽ അതൊക്കെ സംശയത്തിന് ഇടവരുത്തണ്ട. അത് ശരിയാ. പിന്നെ താൻ മേടിച്ച ആഭരണങ്ങളൊക്കെ കയ്യിലുണ്ടല്ലോ. ഉണ്ട് ചന്ദ്രേട്ട എന്ന് പറയാണ്. അങ്ങനെ അവിടെ കേക്ക് കട്ടിങ് ആയിട്ട് ആഘോഷങ്ങളൊക്കെ ആയിട്ട് അടിച്ച് പൊളിക്കാട്ടോ. അങ്ങനെ കല്യമോൻ്റെ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ട്. അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് കല്യമോന് കേക്ക് കൊടുക്കുന്നുണ്ട് കിരണും കല്യാണിയും. ശേഷം നമ്മുടെ പാറു, ബൈജു, താര, അതുപോലെ തന്നെ സേനൻ, രൂപ എല്ലാവരും അടിച്ചു പൊളിക്കണം. അപ്പോൾ നമ്മുടെ കിരൺ ചോദിക്കുന്നുണ്ട്, അമ്മേ അവിടുത്തെ 28 കെട്ട് കണ്ടിട്ട് അമ്മ സദ്യ കഴിക്കാൻ ഇവിടെ തന്നെ വരില്ലേ? നോക്കട്ടെ, അവിടെ നിന്ന് കുറച്ച് കഴിച്ചിട്ട് ഇങ്ങോട്ട് തന്നെ ഞാൻ വരാം എന്ന് പറയുന്നത് ശരിയെന്ന് പറയുന്നുണ്ട്. അതേസമയം നമ്മുടെ സരയും അതുപോലെ തന്നെ ഷാരിയൊക്കെ ജനലിൽ കൂടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഷാരി പറയുന്നുണ്ട്, മോളെ എന്തിനാ അവിടേക്ക് നോക്കിക്കൊണ്ടിരിക്കണം? നോക്ക്, മോൾക്കൊരു കുഞ്ഞായി, അവർക്കൊരു കുഞ്ഞുണ്ട്, മോൾക്കൊരു കുഞ്ഞായി, പിന്നെ എന്തിനാ മോളെ ഇനി അവരുടെ ജനലിൽ കൂടി നോക്കിക്കൊണ്ടിരിക്കുക? എന്നാലും അവരുടെ ആഘോഷങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയണമല്ലോ അമ്മേ. അതിനേക്കാളും ആഘോഷം വെക്കണമല്ലോ ഇവിടെ. മനുവേട്ട പടക്കം മേടിച്ചതൊക്കെ ഇല്ലേ? ഇവിടെ മോൻ്റെ 27-ൻ്റെ നൂല് കെട്ടുമ്പോഴേക്ക് പടക്കം പൊട്ടണം. അയ്യോ മോളെ അതൊന്നും വേണ്ട, അതൊക്കെ ബർത്ത്ഡേക്കൊക്കെ ആഘോഷങ്ങൾക്കൊക്കെ പടക്കം പൊട്ടിക്കുന്നത്. 27-നും 28 കെട്ടിന് ആരെങ്കിലും പടക്കം പൊട്ടിക്കും? ആരും പൊട്ടിക്കില്ലേ? ഞാൻ പൊട്ടിക്കും. ഈ വീട്ടിലെ നടക്കാൻ പാടുന്ന കാര്യങ്ങളൊക്കെ അല്ലേ നടക്കണത്, പടക്കം പൊട്ടിച്ചെന്നൊക്കെ ഇരിക്കും. അങ്ങനെ നമ്മുടെ രൂപ അങ്ങോട്ടേക്ക് വരിക. ആൻറ്റി അവിടെ പോയിട്ടാണോ വരുന്നത്? ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല. ഞാൻ ആദ്യം എൻ്റെ കുഞ്ഞിൻ്റെ അടുത്തേക്കല്ലേ വരുള്ളൂ. അപ്പോൾ ഇവിടുത്തെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ 27 കെട്ട് കഴിഞ്ഞിട്ടേ അങ്ങോട്ടേക്ക് പോളൂ. എന്നാലും 27 കെട്ട് കെട്ടാന്നൊക്കെ കുറച്ച് ഓവറാട്ടാ മോളെ. 28 കെട്ട് കെട്ടണം, അതാ നല്ലത്. അങ്ങനെയൊന്നും ഇല്ല ആൻറ്റി, അതൊക്കെ ഓരോരുത്തർ പറഞ്ഞുണ്ടാക്കിയ ഓരോരോ ദിവസങ്ങളല്ലേ. വാ എന്ന് നമുക്ക് ചടങ്ങ് തുടങ്ങാം എന്ന് പറയട്ടെ. നമ്മുടെ മനോഹറിൻ്റെ ആഭരണങ്ങളാണ് ഇടുന്നത്. ആ സമയത്ത് രൂപ പറയണ്ട, അല്ല മോളെ മനുമോൻ മേടിച്ച ആഭരണങ്ങളാണിത്, ഒട്ടും കട്ടിയൊന്നുമില്ലല്ലോ. മനുമോൻ കട്ടിയല്ല ആൻറ്റി നോക്കിയത്, ഭംഗിയാ. ആയിക്കോട്ടെ എന്ന് പറയാണ്. അതിനുശേഷം നമ്മുടെ രൂപയെ കൊണ്ടുവന്ന ആഭരണങ്ങളൊക്കെ ഇട്ട് കൊടുക്കട്ടെ. മനു മേടിച്ച ആഭരണങ്ങൾ കട്ടിയുണ്ട്. ഇത് കൊള്ളാലോ ആൻറ്റി എന്ന് പറയാണ്. ശേഷം നമ്മുടെ താരം മേടിച്ച ആഭരണങ്ങൾ ഷാരി ഇട്ട് കൊടുക്കുകയാണ്. ഇട്ടോ എന്ന് സരിയു പറയുന്നുണ്ട്. അതിനുശേഷം അവരും ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് ഊണും കാര്യങ്ങളൊക്കെ വളരെ കുറച്ച് കഴിച്ചിട്ട് മാത്രം അവർ കാണുന്നുണ്ട് വീണ്ടും നമ്മുടെ രൂപ അപ്പുറത്തേക്ക് പോവാണ് കല്ലുമോൻ്റെ സദ്യ കഴിക്കാൻ വേണ്ടി. എന്തായാലും ആഘോഷങ്ങൾ അവിടെയും ഇവിടെയും പൊടി പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കോടതിയിലെ കാര്യമാണ് ഈ നെക്സ്റ്റ് ഡേ കാണിക്കാൻ പോണത്. കോടതി നമ്മുടെ പ്രകാശിനെ പൊളിച്ചെടുക്കാൻ പോവാണ്. കല്യാണിയും അതുപോലെ തന്നെ ലക്ഷ്മിയും ദീപയും ഇവർ 3 പേരുമായിരിക്കും എന്തായാലും പ്രകാശിനെ പൊളിച്ചെടുക്കാൻ പോണത്. പ്രകാശിനെ ആകെ വിളറി വെളുത്ത് പ്രകാശിനെ ശിക്ഷ കിട്ടാൻ പോണ സമയവും കൂടിയിട്ടാണ് കേട്ടോ ഈ ആഴ്ച എന്ന് പറയുന്നത്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എപ്പിസോഡ് ഡിലേ ആവണത്. എപ്പിസോഡ് എല്ലാ ദിവസവും ഡിലേ ആണ്. എല്ലാം ഉച്ച കഴിഞ്ഞ് വരുന്നതുകൊണ്ടാണ് ഒന്നും ഇടാൻ, അതായത് 2-3 ദിവസമായിട്ട് ഇടാൻ കറക്റ്റായിട്ട് പറ്റാത്ത കേട്ടോ. ഉച്ചക്ക് മുമ്പ് വേണമെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ ഇടാൻ പറ്റും. എന്തായാലും നോക്കട്ടെ, മാക്സിമം ഞാൻ ഇടാൻ വേണ്ടി നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.